വാർത്തകൾ തുടരുന്നു. നാട്ടികയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ 3 യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി കാരേപ്പറമ്പിൽ ജിതിൻ എന്ന കണ്ണപ്പൻ, നാട്ടിക ചെമ്മാപ്പള്ളി കോളനി സ്വദേശികളായ വെള്ളാഞ്ചേരി നിധിൻ, മാമ്പുള്ളി ശരത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 9-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. രാത്രി 11 മണിയോടെ നാട്ടിക ഇയാനി ക്ഷേത്രത്തിന് സമീപം ബാബുവിന്റെ തറവാട്ട് വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാക്കൾ ബാബുവിനെ ആക്രമിക്കുകയായിരുന്നു. പട്ടിക കൊണ്ടുള്ള ആക്രമണത്തിൽ ബാബുവിന്റെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച ഭാര്യ അംബികയെ പ്രതികൾ ശാരീരികമായി ഉപദ്രവിച്ച് മാനഹാനി വരുത്തിയതായും പോലീസ് പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തിങ്കളാഴ്ച രാവിലെ വലപ്പാട് SI KJ ആന്റണിയും സീനിയർ CPO വിനോദും ചേർന്നാണ് പിടികൂടിയത്. പരാതിക്കാരനായ ബാബുവിന്റെ സഹോദരിയുടെ മകളെ 1-ാം പ്രതി ജിതിന് വിവാഹം ചെയ്ത് നൽകാത്തതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് ഗവൺമെന്റ് LP സ്കൂളിന്റെ 103ാമത് വാർഷികവും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും VS സുനിൽകുമാർ MLA നിർവഹിച്ചു. നല്ല പ്രവർത്തനം നമ്മുടെ സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവുറ്റ പഠന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. അതുവഴി നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള കുട്ടികൾക്ക് നമ്മുടെ ഗ്രാമപ്രദേശത്ത് തന്നെ ആവശ്യമായ സൗകര്യത്തോടു കൂടി പഠിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തും ഉണ്ടായിട്ടുള്ള മിക്കവാറും എല്ലാ വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റികളും പറയുന്ന കാര്യമാണ് ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും അവരവരുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അതാത് സ്ഥലങ്ങളിൽ തന്നെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സർവശിക്ഷ അഭിയാൻ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ TR നാരായണൻ നായർ പദ്ധതി വിശദീകരണവും ചാവക്കാട് DEO AB ജയപ്രകാശ് അവാർഡ് വിതരണവും നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, ഡോക്ടർ AB ഹംസ, KR ഹരി, രത്ന ചന്ദ്രൻ, PS ഷാഫി, സജയ് വൈനപ്പള്ളി, ശാന്താരാമൻ, MG ചന്ദ്രൻ, P ജയരാജ്, PK രഞ്ജിത്ത്, നിഷ സുരേഷ്, KM മധുസൂദനൻ, ഗീതാ മോഹൻദാസ്, PK ഹംസ, PV സുഷമ എന്നിവരും പ്രസംഗിച്ചു. മാസങ്ങളായി പൂട്ടിക്കിടക്കുന്ന ചന്ദ്രാപിന്നി അൽ ഇക്ബാൽ ആശുപത്രി തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ചന്ദ്രാപിന്നി സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ ധർണ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നത് 1996 ഒക്ടോബർ 2-ാം തീയതിയാണ്, ഗാന്ധി ജയന്തി ദിനത്തിലാണ് അൽ ഇക്ബാൽ ഹോസ്പിറ്റൽ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പ്രധാന മാനേജരായ കോച്ചുവാല എന്നറിയപ്പെടുന്ന അബ്ദുഹാജി സാഹിബ്, ഒരുപാട് പ്രവാസികൾ തങ്ങളുടെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് കടന്നു വരുമ്പോൾ അവർക്ക് അവരുടെ കയ്യിലുള്ള സാമ്പത്തികമായ അവരുടെ കൈവശമുള്ള അവർ സേവ് ചെയ്ത അല്ലെങ്കിൽ അവർ സൂക്ഷിച്ചു വെച്ച പണം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് വളരെ ആലോചനക്കും ചിന്തക്കും വിധേയമാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഗൾഫിൽ നിന്ന് അവരുടെ അധ്വാനത്തിന്റെ വഴിയായി കടന്നു വരുന്ന അവരുടെ ജീവിതം കഴിച്ച് വരുന്ന ബാലൻസ് വരുന്ന സാമ്പത്തികം അത് ഈ നാട്ടിൽ വരുമ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം. യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PM അബ്ദുഹാജി, യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് KM നിഷാദ്, മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം ട്രഷറർ PK മുഹമ്മദ് അലി ഹാജി, TK അലി, KK ഹംസ, PK ഷംസുദ്ദീൻ, CP അക്ബർ ഹാജി, KM ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു. ഹോസ്പിറ്റൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരിച്ച് നിവേദനത്തോടുകൂടി ഹോസ്പിറ്റൽ MDക്ക് നൽകാനായി സ്വതന്ത്ര കർഷക സംഘം നിയോജകമണ്ഡലം പ്രസിഡന്റ് PK മുഹമ്മദ് യോഗത്തിൽ സമർപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം PK ഹംസ സ്വാഗതവും PM സൈനുദ്ദീൻ നന്ദിയും പറഞ്ഞു. കയ്പമംഗലം കൊപ്രകളത്ത് വെൽഫെയർ പാർട്ടി
കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തുന്ന മദ്യശാല വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യവുമായി മദ്യനിരോധന സമിതി പ്രവർത്തകർ എത്തി. ചന്ദ്രാപ്പിന്നിയിൽ നിന്നും കൊപ്രക്കളത്തേക്ക് പ്രവർത്തകർ പദയാത്രയായാണ് എത്തിയത്. സംസ്ഥാന സെക്രട്ടറി CC സാജൻ, ജില്ലാ പ്രസിഡന്റ് KV രാമചന്ദ്രൻ മാസ്റ്റർക്ക് പതാക കൈമാറി. തുടർന്ന് സമരപന്തലിൽ നടന്ന പൊതുയോഗം താമരശ്ശേരി ബാർ വിരുദ്ധ സമരനായകനും സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഇസാബിൻ അബ്ദുൽ കരീം, സെക്രട്ടറി EA ജോസഫ്, MD ഗ്രേസി ടീച്ചർ, KA ഗോവിന്ദൻ, PL ആന്റണി, PS സുകുമാരൻ, KK ജോസ്, റുക്കിയ മുഹമ്മദ്, ശ്രീനിവാസൻ ഇറക്കത്ത്, AP ബാലാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ഒരു പൊതുപ്രവർത്തകൻ, ഒരു കലാസമിതി പ്രവർത്തകൻ, ഒരു ആധ്യാത്മിക പ്രവർത്തകൻ എന്നൊക്കെയുള്ള നിലയിൽ ഞാനിങ്ങനെ ആലോചിച്ചു, എന്റെ ഗ്രാമത്തിന് വേണ്ടി എന്ത് ചെയ്യാനുണ്ട്. അപ്പോൾ എന്റെ ഗ്രാമം എന്നെ വെല്ലുവിളിക്കുകയായിരുന്നു. എന്റെ ഗ്രാമം കേരളത്തൻ, കേരളത്തിന്റെ ജന്മഗ്രാമം. എന്റെ ഗ്രാമം കള്ളമദ്യത്തിൽ മുങ്ങുകയായിരുന്നു. അങ്ങനെയാണ് 81 ആഗസ്റ്റ് 15 ഒരു പരിപാടി ആരംഭിക്കുന്നത്. അന്ന് ഞാൻ എഴുതിയുണ്ടാക്കിയ ഒരു പ്രതിജ്ഞയുണ്ട്. ഇപ്പൊ ഞാൻ 1.5 മണിക്കൂർ ഒരു പ്രസംഗം കഴിഞ്ഞ് വരികയാണ്, വളരെ ദൂരത്തുനിന്ന്. അതിന്റെ ക്ഷീണവും ശബ്ദത്തിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്. കയ്പമംഗലം കാരാപ്പുള്ളി ശ്രീ ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിൽ ഉത്രംവിളക്ക് ആഘോഷിച്ചു. രാവിലെ പറവറമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച കാവടി ആഘോഷം ഉച്ചയോടെ ക്ഷേത്രാങ്കണത്തിൽ ആടിത്തിമിർത്തു. ഭക്തിപൂർവ്വം അപേക്ഷിക്കുന്നു സ്വാമി ശരണം, സ്വാമി ശരണം. ക്ഷേത്രനടയിൽ എത്തിച്ചേരണമെന്ന് ഭക്തിപൂർവ്വം അപേക്ഷിക്കുന്നു സ്വാമി ശരണം, സ്വാമി ശരണം. വൈകിട്ട് നടന്ന കാഴ്ച ശീവേലിയിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. 70-ൽ പരം മേള കലാകാരന്മാർ അണിനിരുന്ന വാദ്യമേളം ശീവേലിക്ക് കൊഴുപ്പേകി. ക്ഷേത്രം തന്ത്രി കൊച്ചിപ്പറമ്പത്ത് കുഞ്ഞാപ്പുശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. ചന്ദ്രാപ്പിന്നി തെച്ചിക്കാവ് അയ്യപ്പൻകാവിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ മുതൽ നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, എഴുന്നള്ളത്ത്, പ്രസാദകൂട്ട് എന്നിവ നടന്നു. വൈകിട്ട് നടന്ന കാഴ്ച ശീവേലിക്ക് കേളത്ത് അരവിന്ദാക്ഷന്മാരും സംഘവും മേളമൊരുക്കി. രാത്രി തൃശൂർ ഗോൾഡൻ മ്യൂസിക്കിന്റെ ഭക്തിഗാനസുധ അരങ്ങേറി. വൃക്കരോഗം മൂലം ചികിത്സയിൽ കഴിയുന്ന കുരുന്നിന് തുടർ ചികിത്സയ്ക്കായി 11,000 രൂപ പിരിച്ചു നൽകി ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ് SRV UP സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയായി. ചന്ദ്രാപ്പിന്നി സ്വദേശി പടവലപ്പറമ്പിൽ ഷുക്കൂറിന്റെ മകൾ 2.5 വയസ്സുകാരി ഹസ്നത്തിന്റെ ചികിത്സയ്ക്കായാണ് വിദ്യാർത്ഥികൾ തുക സമാഹരിച്ചത്. സഹായനിധി കൈമാറ്റ ചടങ്ങിൽ PTA പ്രസിഡന്റ് ലഹർ മുറ്റിച്ചൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് TJ സുമന, PA ജമാലുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ചേലൂരിൽ 2 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു.
ചേലൂർ കോതകുളം റോഡിന് സമീപം കളപ്പുരയ്ക്കൽ രതീഷിന്റെ മകൻ അനന്തുവാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം നടന്നത്. വീട്ടുമുറ്റത്ത് സഹോദരിയോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിൽ തൊട്ടടുത്ത കുളത്തിൽ നിന്ന് കുട്ടിയെ കണ്ടെടുക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷിജിയാണ് മാതാവ്, ആര്യ സഹോദരിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക മേഖലയുടെ വികസനത്തിന് ഗ്രാമപഞ്ചായത്തുകൾ മുൻകൈയെടുക്കണമെന്ന് കൃഷിമന്ത്രി KP മോഹനൻ. നാട്ടിക പഞ്ചായത്തിൽ കോഴിഗ്രാമം പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിച്ചു. എടത്തിരുത്തിയിൽ രാഷ്ട്രീയ സംഘർഷം ഒഴിയുന്നില്ല. പട്ടാപ്പകൽ ബൈക്കിലെത്തിയ സംഘം ഡിവൈഎഫ്ഐ നേതാവിന്റെ വീട് തകർത്തു. നാട്ടികയിൽ വീട്ടിൽ കയറി ഗൃഹനാഥനെയും ഭാര്യയെയും മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.